കൊച്ചി മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രവുമായി പി ജെയിംസ് ചെയ്യുന്നു. ജെയിംസ് സാറാ, ഈ കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുമ്പോൾ എന്താണ് അവിടുത്തെ വോട്ടാവേശം? ബാറ്റിൽ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം. സുഹൈൽ, ഇവിടെ ഫോർട്ട് കൊച്ചിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുത്തെ UDFന്റെ സ്ഥാനാർത്ഥി എറണാകുളത്തെ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷിയാസ് എൻ്റെ കൂടെയുണ്ട്. ഇവിടുത്തെ പ്രതീക്ഷകളെക്കുറിച്ച് മുഹമ്മദ് ഷിയാസ് സംസാരിക്കും. മുഹമ്മദ് ഷിയാസ്, ഇത് കാലങ്ങളായിട്ടിപ്പോൾ നേരത്തെ കോൺഗ്രസിൻ്റെ ഒരു കുത്തകയായിരുന്നു. ഇപ്പോൾ CPMന്റെ ഇടതുപക്ഷത്തിൻ്റെ KJ മാക്സിയാണ് ഇവിടെ MLA. 14,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. താങ്കൾ കോൺഗ്രസിൻ്റെ ഏറ്റവും കരുത്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് പോരാട്ടം? ഇവിടെ അന്തിമ ദിവസങ്ങളാണത്. അല്ല, തെരഞ്ഞെടുപ്പിൽ ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി കൊച്ചി നിയോജകമണ്ഡലം UDF തിരിച്ചു പിടിക്കും. ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ ഒരു പ്രതിഷേധ വോട്ട് കൂടി തെരഞ്ഞെടുപ്പിലുണ്ടാകും. UDFന് എക്കാലത്തും വലിയ സ്വാധീനമുള്ള ഒരു പ്രദേശമാണ് കൊച്ചി. ഈ നിയോജക മണ്ഡലത്തിൽ പല കാരണങ്ങൾ കൊണ്ടാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് ചെറിയ തോതിലുള്ള പരാജയമുണ്ടായത്. ആ പരാജയം മറികടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കഴിഞ്ഞ 5 വർഷക്കാലം ഞങ്ങൾ നടത്തി. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്കുണ്ടായി. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്കുണ്ടായി. അതിനുശേഷം നടക്കുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ റിസൾട്ട് വളരെ കൂടി വ്യക്തമായി ഞങ്ങൾക്കുണ്ടാവുകയും ചെയ്യും. ഈ ജനങ്ങളുടെ ആവശ്യങ്ങൾ, കുടിവെള്ളം, അതുപോലെ ഇവിടുത്തെ ആശുപത്രികളുടെ ശോചനീയാവസ്ഥ, ഊരുവെള്ളം ഈ നിയോജകമണ്ഡലത്തിൻ്റെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും കടലും കായലും ചുറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. കായലിൽ നിന്ന് വർഷത്തിൽ 11 മാസം ഊരുവെള്ളം കയറുന്ന സ്ഥലങ്ങളുണ്ട്. കടൽക്ഷോഭം നേരിടുന്ന ചെല്ലാനം പഞ്ചായത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളുണ്ട്. ഈ പറയുന്നത് പോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഗ്രൗണ്ട് ഒരു പഞ്ചായത്തിലില്ല, കോർപ്പറേഷൻ്റെ അധീനതയിലില്ല. അതുപോലെ തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ നിലനിൽക്കുന്നു. മയക്കുമരുന്നിൻ്റെ ഒരു ഹബ്ബായി മാറുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രിയാത്മകമായിട്ടുള്ള സർക്കാരിൻ്റെ ഇടപെടൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇത് ഫോർട്ട് കൊച്ചി പ്രദേശം ശരിക്കും കേരളത്തിൻ്റെ അന്താരാഷ്ട്ര തരത്തിൽ അറിയപ്പെടുന്ന ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് ഒരുപാട് പരാതിയുണ്ട്. വേണ്ടത്ര ടൂറിസ്റ്റുകൾക്കുള്ള സൗകര്യം. നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ ചീനവലകൾക്ക് അടുത്താണ് നിൽക്കുന്നത്. എന്താണ് താങ്കൾക്ക് ഇതിനെക്കുറിച്ചൊരു പ്ലാനുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഇത് ലോകത്തിലെ 50 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എടുത്താൽ അതിനകത്ത് ഒന്ന് കൊച്ചിയാണ്. അപ്പോൾ കൊച്ചി എടുത്താൽ എല്ലാവരും വരുന്നത് ഫോർട്ട് കൊച്ചിയിലേക്കാണ്. ഇതൊരു പൈതൃക നഗരിയാണ്. ഇന്ത്യയിലെ എല്ലാ ജാതി മത വിഭാഗങ്ങളും എല്ലാ സംസ്കാരങ്ങളും ഇവിടെ ഉണ്ട്, കൊച്ചിയിലുണ്ട്. അപ്പോൾ അതിനെ പ്രതിദാനം ചെയ്യുകയും കൊച്ചിയുടെ ചരിത്രത്തെയും പാരമ്പര്യത്തെയും ജനങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താനും നമ്മളുടെ ഈ പ്രകൃതി ഭംഗികൾ ഈ ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്ക് ആസ്വദിക്കാൻ കഴിയാവുന്ന രീതിയിലേക്ക് മാറും. നിങ്ങൾ നോക്കൂ, ഈ ചീനവല എത്രയധികം തകർന്ന് തരിപ്പണമായിട്ടാണ് ഈ ചീനവല കിടക്കുന്നത്. 10 വർഷക്കാലമായി ഒരു പൈസ പോലും ഇതിനു വേണ്ടിയിട്ട് മുടക്കിയിട്ടില്ല. അവിടെ ഡൊമിനിക് പ്രസൻറ്റേഷൻ മന്ത്രിയായിരുന്ന സമയത്ത് 10 കോടി രൂപയുടെ ഉരുപ്പിടികൾ, മരത്തിൻ്റെ ഉരുപ്പിടികൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വെറുതെ ചെതലഴിച്ച് പോവുകയാണ്. നിങ്ങൾ തൊട്ടപ്പുറത്തേക്ക് പോയാൽ ഫോർട്ട് കൊച്ചി ബീച്ച് റേസ് നടന്ന ഒരു കാലഘട്ടം ഫോർട്ട് കൊച്ചിയിലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ബീച്ച് എന്ന് പറയുന്നത് കടലെടുത്ത് ദ്രുതഗതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുലിമുട്ടുകളെല്ലാം തകർന്നു കിടക്കുന്നു, വാക്ക് വേകളെല്ലാം തകർന്നു കിടക്കുന്നു. ഈ ഉള്ള ബീച്ചുകളിൽ മുഴുവൻ മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്നു. ഒരു പൈസ പോലും ഈ പറയുന്ന വിനോദസഞ്ചാര വകുപ്പിൻ്റെ കീഴിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പൈസ പോലും കൊടുക്കുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് 99 സീറ്റും UDFന് 41 സീറ്റുമാണ് ലഭിച്ചത്. പക്ഷെ ഒരുപക്ഷെ എറണാകുളം ജില്ലയായിരിക്കും കോൺഗ്രസിന് UDFന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നൽകിയത്. 14 സീറ്റിൽ 9 സീറ്റ് ഇവിടെ നിങ്ങൾ കഴിഞ്ഞ തവണ ജയിച്ചതാണ്. 5 സീറ്റുകളിൽ LDF ആണ് ജയിച്ചത്. ഇത്തവണ സ്കോർ എത്രയായിരിക്കും? അല്ല, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന 24/7 ആണ് ഞങ്ങളുടെ ജനപ്രതിനിധികൾ, MLAമാർ, MP മാർ, ഞങ്ങളുടെ ലോക്കൽ ബോഡി അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ജനങ്ങൾക്കിടയിൽ അവരുടെ ഒരു ആവശ്യം വന്നാൽ ഞങ്ങളെല്ലാവരും ഇറങ്ങി നിൽക്കും. അങ്ങനെ ജനങ്ങൾക്കിടയിൽ, രാഷ്ട്രീയം മാത്രമല്ലല്ലോ, ജനങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്ക് ഇറങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് ജനങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അവരോട് അഭിമുഖീകരിക്കുമ്പോൾ അവർ ഞങ്ങൾക്ക് സമഗ്രമായ നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഞങ്ങൾ 14, കഴിഞ്ഞ തവണ 9 സീറ്റാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. 5 സീറ്റ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ആ 5 സീറ്റ് ഉൾപ്പെടെ 14 സീറ്റും ഞങ്ങൾ ചരിത്ര ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും. ഈ ജില്ലയിൽ നിന്ന് UDFൻ്റെ ഒരു മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ ആ മുഖ്യമന്ത്രിക്ക് വേണ്ടി കൈവക്കാൻ ജില്ലയിൽ നിന്ന് 14 MLAമാർ UDFനുണ്ടാകും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എറണാകുളം ജില്ലയിൽ നിന്നാവും? അത് തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. പാർട്ടി ഹൈക്കമാൻഡാണ് അത് തീരുമാനിക്കുന്നത്. അത് ഉചിതമായ രീതിയിൽ കേരളത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടാകും.
അതാരാണെന്ന് നിങ്ങൾ പറയാൻ ഇപ്പോൾ പറ്റില്ല. അത് ഞാൻ പറയുന്നത് ശരിയല്ല. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.